ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2287. ഏപ്രിൽ മാസം 5-ാം തീയതി 95-ാമത്തെ ദിവസത്തിലെത്തി. ഇന്ന് ഈസ്റ്ററാണ്, ഉയർപ്പ് പെരുന്നാൾ. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ അവസാന അധ്യായം. എമ്മാവൂസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് യാത്ര തിരിച്ച 2 ശിഷ്യന്മാരെ കുറിച്ച് പരാമർശമുണ്ട്. ചില യാത്രകൾ ഒഴിവാക്കാവുന്നതാണ് എന്ന് ഇപ്പോൾ തിരിച്ചറിയുന്നു. നടത്തിയ പല യാത്രകളും തീർച്ചയായും ഒഴിവാക്കേണ്ടതായിരുന്നു. എമ്മാവൂസ് യാത്ര അത്തരത്തിലൊന്നാണെന്ന് ഉറപ്പിക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ ആ 2 ശിഷ്യന്മാർ യാത്ര പൂർത്തിയാക്കാതെ മടങ്ങിയത്? ജീവിതം പോലെ തന്നെയാണ് ഇതെല്ലാം. എല്ലാവരും നിരന്തരം യാത്രയിലാണ്, ചലിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, ചലിച്ചുകൊണ്ടും ചലിച്ചുകൊണ്ടും. എന്നാൽ എവിടേക്കാണ്? എന്താണ് പറയുന്നത്? എങ്ങോട്ടാ പോകുന്നത്? അത്ര ഗൗരവമില്ലാത്ത, ലക്ഷ്യബോധമില്ലാത്ത സഞ്ചാരങ്ങളെ വിളിക്കേണ്ട വാക്കാണ് സത്യത്തിൽ ജീവിതം. ഇനിയുള്ള എൻ്റെ ജീവിതയാത്രയിൽ ഒരു കൂട്ടുയാത്രക്കാരനുണ്ട് എന്ന് എമ്മാവൂസ് സംഭവം എന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇന്ന് ഉയർപ്പ് പെരുന്നാളാണ്. ഈ ദിനം ആ കൂട്ടുയാത്രക്കാരനെ ഒന്നും കൂടി നമുക്ക് ചേർത്ത് പിടിക്കാം. എന്നോടൊപ്പം നിരന്തരം സദാ നേരവും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. ആദിയില് അങ്ങനെയായിരുന്നു. ആ നല്ല ഉദ്യാനത്തിൽ, ഏദൻ തോട്ടത്തിൽ, ആദവും ഹവ്വായും, ആ പുരുഷനും സ്ത്രീയോടൊപ്പം സായാഹ്ന സമയത്ത് ഇങ്ങനെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ചോദ്യങ്ങൾ ചോദിച്ചും കുസൃതികൾ പറഞ്ഞും എത്ര ദൂരം വേണമെങ്കിലും ഒപ്പം നടക്കാനായിട്ട് തയ്യാറാണ് ദൈവം. വീണ്ടും പറയുന്നില്ലേ പഴയ നിയമം? യാത്രയില് മേഘമായും അഗ്നിയായും സദാ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു സ്നേഹത്തിന്റെ ഓർമ്മയും. ഇതാണ് നസ്രയത്തിലെ യേശു. ഈ യേശുവിലേക്ക് കുറച്ചും കൂടി ആഴത്തിലും ആത്മാർത്ഥതയിലും ഏകാഗ്രതയിലുമൊക്കെ നമുക്ക് എത്തിച്ചേരാം. അതിന് കുറച്ചുകൂടി ജ്ഞാനം നമുക്ക് ആവശ്യമാണ്. നമുക്കിന്ന് ഉള്ളത് അറിവാണ്. അറിവും ഞാനും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അറിവ് വർത്തമാനകാലത്ത് മാത്രമുള്ളതാണ്. ജ്ഞാനമാവട്ടെ അതിന്റെ വേരുകൾ ഭൂതകാലത്തിലാണ്. അതിന്റെ ചില്ലയാവട്ടെ വർത്തമാനകാലത്തിലാണ്. അതിന്റെ പൂക്കൾ അല്ലെങ്കിൽ ഫലങ്ങളാവട്ടെ ഭാവികാലവും. ത്രികാലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ട്. കുറച്ചുകൂടി ജ്ഞാനമുണ്ടാകാനായിട്ട് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാർക്കൊപ്പം ഒരു അപരിചിതനായ മനുഷ്യൻ കൂടുകയാണ്. പിന്നീടാണ് അവരറിയുന്നത് അത് യേശുവായിരുന്നു. എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഏതൊരു അപരിചിതനും യേശുവാകാനായിട്ടൊരു സാധ്യതയുണ്ട്. വെറും യേശുവല്ല, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു യേശു. ആദരവോടും പ്രാർത്ഥനയോടും കൂടി വേണം അപരിചിതരെ പരിഗണിക്കാനായിട്ട്, സ്നേഹിക്കാനും പരിചരിക്കാനായിട്ടും. കുറെ കൂടി ഒരു ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിന് സ്വയം തയ്യാറാകേണ്ട, ഉറപ്പിച്ചെടുക്കേണ്ട ദിനം കൂടിയാണ്. പ്രഭാതകിരണത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും ഹൃദ്യമായ ഈസ്റ്ററിന്റെ സമാധാന ആശംസകൾ. ആമേൻ.